അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഒന്നാം ക്ലാസ്സിലെ തഫ്ഹീം തിലാവയിലെ ആദ്യത്തെ പാഠം ദർസുൽ അവ്വൽ അദബ് എന്നാണ് അല്ലേ. ഈ അദബ് എന്ന പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് അലിഫ് എന്ന അറബി അക്ഷരമാലയിലെ ആദ്യത്തെ അക്ഷരമാണ് അലിഫ്. പിന്നെ ഫത്തഹ് എന്ന് പറയുന്ന ഹർക്കത്തും, അലിഫ് എന്ന അക്ഷരവും പിന്നെ ഫത്തഹ് എന്ന് പറയുന്ന ചിഹ്നവും. ഓക്കെ, നമുക്ക് ആദ്യം അലിഫ് എന്നുള്ള അക്ഷരം, അലിഫ് എന്നുള്ള പറയുന്ന ഹർഫ്, അക്ഷരത്തിന് ഹർഫ് എന്നാണ് പറയാം. അതെങ്ങനെ എഴുതാൻ നോക്കാം. ജസ്റ്റ് ഇങ്ങനൊരു വര വരക്കുക. ഒന്നുകൂടി വരച്ചു തരാം. ഇങ്ങനെ വര വരക്കുക. ഇത് നിങ്ങൾ സ്കൂളിൽ 1 എന്നൊക്കെ എഴുതാൻ പഠിച്ചിട്ടുണ്ടാവും. അതേപോലെ തന്നെയാണ് അലിഫ് എന്ന് എഴുതട്ടാ. 1 എന്ന് എഴുതുന്നത് അതേപോലെ തന്നെയാണ് എന്ത് എഴുതുക, അലിഫ് എന്ന് എഴുതുക. പിന്നെ ഇത് 1 വായിക്കരുത്, സ്കൂൾ പോയിട്ട് നിങ്ങൾ വായിച്ചോളി. ഇപ്പോൾ എന്താ വായിക്കുക, അലിഫ്. ഇപ്പം ഇതിൻ്റെ പേരെന്താണ്, അലിഫ്. ഇങ്ങനെ എഴുതിയാൽ അതിൻ്റെ പേരെന്താണ്, അലിഫ്. ഇനി ഇതിൻ്റെ മുകളിൽ ഞാനൊരു വര വരക്കുകയാണേ. ഇതിൻ്റെ മുകളിൽ ഞാനിങ്ങനെ ഒരു ലൈൻ ഇട്ടു. ഓക്കെ, ഇതാ ഇങ്ങനെ ഒരു ലൈൻ ഇട്ടു. ഇതിൻ്റെ പേരാണ് ഫത്തഹ്. ഈ ലൈൻ ഇട്ടതിൻ്റെ മുകളിലിട്ട ഈ ലൈൻ ഉണ്ടോ, ഞാൻ റൗണ്ട് ഇട്ടരാ. ഇതിൻ്റെ പേരാണ് എന്ത്, ഫത്തഹ്. ഇതാണ് ഫത്തഹ്. ഈ ഫത്തഹ് അലിഫിൻ്റെ മുകളിൽ ഫത്തഹ് ഇട്ടാൽ, അലിഫിൻ്റെ മുകളിൽ ഫത്തഹ് ഇട്ടാൽ പിന്നെ അതിനെ അലിഫ് എന്ന് വായിക്കൂല. പിന്നെ അതിൻ്റെ പേര് മാറി, പിന്നെ നമ്മൾ അതിനെന്താ പറയുക, വിളിക്കുക ആ എന്നാണ് വിളിക്കുക. എന്താ പറയല്, ആ. ഫത്തഹ് ഇല്ലെങ്കിൽ അലിഫ്, ഫത്തഹ് ഇട്ടാലോ ആ, ഫത്തഹ് ഇട്ടാൽ ആ എന്നാണ് വായിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായില്ലേ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.